അദ്ധ്യായം 87. അൽ അഅല, മക്കയിൽ അവതരിച്ചത്. അൽ അഅല എന്നാൽ അത്യുന്നതൻ എന്നർത്ഥം. അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമം വാഴ്ത്താനുള്ള ആഹ്വാനത്തോടെ ആരംഭിക്കുന്നതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹ് ഇസ്മ റബ്ബികൽ അഅല. അത്യുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമം പ്രകീർത്തിക്കുക. അല്ലദീ ഖലഖ ഫസവ്വാ. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത രക്ഷിതാവിന്റെ. വല്ലദീ ഖദ്ദറ ഫഹദാ. വ്യവസ്ഥ നിർണയിച്ചു മാർഗദർശനം നൽകിയവനും. വല്ലദീ അഖ്റജൽ മർആ. മേച്ചിൽ പുറങ്ങൾ ഉൽപ്പാദിപ്പിച്ചവനും. ഫജഅലഹു ഗുസാഅൻ അഹ്വാ. എന്നിട്ട് അതിനെ ഉണങ്ങിക്കരിഞ്ഞ ചവറാക്കി തീർത്തവനുമായ രക്ഷിതാവിന്റെ നാമം. സനുഖ്രിഉക ഫലാ തൻസാ. നിനക്ക് നാം ഓതിത്തരാം, നീ മറന്നുപോകുകയില്ല. ഇല്ലാ മാ ശാഅ അല്ലാഹ് ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ. അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. തീർച്ചയായും അവൻ പരസ്യമായതും രഹസ്യമായിരിക്കുന്നതും അറിയുന്നു. വനുയസ്സിറുക ലിൽയുസ്റാ. കൂടുതൽ എളുപ്പമുള്ളതിലേക്ക് നിനക്കു നാം സൗകര്യമുണ്ടാക്കിത്തരുന്നതുമാണ്. ഫദക്കിർ ഇൻ നഫഅതിദ് ദിക്റാ. അതിനാൽ ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ നീ ഉപദേശിച്ചുകൊള്ളുക. സയദ്ദക്കറു മൻ യഖ്ശാ. ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചുകൊള്ളുന്നതാണ്. വയതജന്നബുഹൽ അഷ്ഖാ. ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ളവൻ ആ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ്. അല്ലദീ യസ്ലൻ നാറൽ കുബ്റാ. വലിയ അഗ്നിയിൽ കടന്ന് എരിയുന്നവനത്രേ അവൻ. ثم لا يموت فيها ولا يحيا. പിന്നീട് അവൻ അതിൽ മരിക്കുകയില്ല, ജീവിക്കുകയുമില്ല. قد أفلح من تزكى. തീർച്ചയായും പരിശുദ്ധി നേടിയവർ വിജയം പ്രാപിച്ചു. وذكر اسم ربه فصلى. തന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ. بل تؤثرون الحياة الدنيا. പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. والآخرة خير وأبقى. പരലോകമാകുന്നു ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും. إن هذا لفي الصحف الأولى. തീർച്ചയായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട്. صحف إبراهيم وموسى. അതായത് ഇബ്രാഹിമിന്റെയും മൂസായുടെയും ഏടുകളിൽ.